നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ ചുറ്റുമുള്ള ഒരു വലിയ മാറ്റത്തെക്കുറിച്ചാണ്. എവിടെ നോക്കിയാലും കൊറിയൻ സംഗീതം, കൊറിയൻ ഡ്രാമ, പിന്നെ കൊറിയൻ ആഹാരം, നൂഡിൽസ്. എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിലെ കുട്ടികളും കൗമാരക്കാരും ഈ കൊറിയൻ സംസ്കാരത്തോട് ഇത്രയധികം അഡിക്റ്റഡ് ആകുന്നത്? ഇതൊരു വെറുമൊരു ട്രെൻഡ് മാത്രമാണോ, അതോ ഇതിന് പിന്നിൽ ഗൗരവകരമായ ചില സൈക്കോളജിക്കൽ കാരണങ്ങളുണ്ടോ? നമുക്ക് നോക്കാം. ഈ വീഡിയോയിൽ പരാമർശിക്കുന്ന കാര്യങ്ങൾ ആരെയും കുറ്റപ്പെടുത്തുവാനോ സങ്കടപ്പെടുത്തുവാനോ ഉള്ളതല്ല. കൗമാരക്കാരന്റെ മാനസിക ആരോഗ്യത്തെക്കുറിച്ചും അവർ നേരിടുന്ന വെല്ലുവിളികളെക്കുറിച്ചും സമൂഹത്തെ ബോധവൽക്കരിക്കുക മാത്രമാണ് ഈ വീഡിയോയുടെ ലക്ഷ്യം. നിങ്ങൾക്കോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ മാനസികമായ പ്രയാസങ്ങൾ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ വിദഗ്ധ സഹായം തേടുക. ഈ വീഡിയോയ്ക്ക് വേണ്ടി കൊറിയൻ സംസ്കാരവുമായി ബന്ധപ്പെട്ട് ഇന്ന് കേരളത്തിൽ സംഭവിച്ച രണ്ട് വ്യത്യസ്തമായ സംഭവങ്ങളാണ് നമ്മൾ ഇന്ന് അവലോകനം ചെയ്യുന്നത്. ആദ്യത്തേത് ചോറ്റാനിക്കരയിലെ 16 വയസ്സുകാരിയുടെ മരണം. ഈ സമീപകാലത്തുണ്ടായ വാർത്തകൾ പ്രകാരം ചോറ്റാനിക്കരയിലെ ഒരു +1 വിദ്യാർത്ഥിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു. ഇൻസ്റ്റാഗ്രാമിലൂടെ പരിചയപ്പെട്ട ഒരു കൊറിയൻ സുഹൃത്ത് അപകടത്തിൽ മരിച്ചതിലുള്ള വിഷമ കാരണമാണ് താൻ ഈ തീരുമാനമെടുത്തത് എന്നാണ് ആ പെൺകുട്ടി തന്റെ ആത്മഹത്യാക്കുറിപ്പിൽ എഴുതിയിരിക്കുന്നത്. ഈ കൊറിയൻ സുഹൃത്ത് യഥാർത്ഥ വ്യക്തിയാണോ, അതോ ആരെങ്കിലും ഒരു വ്യാജ ID പ്രൊഫൈൽ ഉണ്ടാക്കി ഈ കുട്ടിയെ ചതിക്കപ്പെട്ടതാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ പോലീസ് അന്വേഷിച്ചു വരികയാണ്. ഇതുപോലെ തന്നെയുള്ള മറ്റൊരു സംഭവമാണ് നാവായിക്കുളത്തെ +1 വിദ്യാർത്ഥിനിയുടെ മരണം. ആ കുട്ടിയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് BTS ബാൻഡിനോടുള്ള അമിതമായ താല്പര്യത്തെക്കുറിച്ച് പോലീസ് പരാമർശിച്ചിരുന്നു. തന്റെ 3 പേജുകളുള്ള ആത്മഹത്യക്കുറിപ്പിൽ പഠനത്തിൽ ശ്രദ്ധിക്കാൻ കഴിയുന്നില്ലെന്നും മൊബൈൽ ഫോണിനും കൊറിയൻ ബാൻഡുകൾക്കും താൻ അടിമപ്പെട്ടിരിക്കുകയാണെന്നും ഈ കുട്ടി എഴുതിയിരുന്നു. കൂടാതെ തന്റെ സഹോദരിക്ക് മൊബൈൽ ഫോൺ നൽകരുത് എന്നൊരു മുന്നറിയിപ്പും ആ കുട്ടി തന്റെ ആത്മഹത്യക്കുറിപ്പിൽ നൽകിയിരുന്നു. ഈ രണ്ട് കേസുകളും സൂചിപ്പിക്കുന്നത് നമ്മുടെ കൗമാരക്കാർക്കിടയിലെ കൊറിയൻ സംസ്കാരവുമായി ബന്ധപ്പെട്ട ഡിജിറ്റൽ അഡിക്ഷൻ അത് എത്രത്തോളം അപകടകരമാണ് എന്നുള്ളതാണ്. മാത്രമല്ല, ഈ വീഡിയോയിൽ കൊറിയൻ തരംഗത്തിന് പിന്നിലെ മനഃശാസ്ത്രപരമായ കാരണങ്ങളെ കുറിച്ചാണ് നമ്മൾ കൂടുതലും ചർച്ച ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് നമ്മുടെ യുവജനത കൊറിയൻ സംഗീതത്തിനും കൊറിയൻ ഡ്രാമയ്ക്കും അടിമകളാകുന്നത്? കേരളത്തിലെ സമീപകാലത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കൗമാരപ്രായക്കാരിലെ മരണത്തിലേക്ക് നയിച്ച കാരണങ്ങൾ എന്തൊക്കെയാകാം? മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെ എന്നുള്ളതിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത്. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയുവാൻ നിങ്ങൾ പൂർണ്ണമായും ഈ വീഡിയോ കാണുക. ഈ കൊറിയൻ സംസ്കാരത്തിന്റെ അഡിക്ഷൻ ഇത് വെറും ഒരു ക്രേസ് ആണോ, അതോ ഇതിന്റെ പിന്നിൽ ഗൗരവകരമായ സൈക്കോളജി ഉണ്ടോ? നമുക്ക് നോക്കാം. ഒന്നാമത്തേതാണ് പാരാസോഷ്യൽ റിലേഷൻഷിപ്പ്. ഇതൊരു തരം ഏകപക്ഷീയമായ വൈകാരികമായ ബന്ധമാണ്. ഒരു ആരാധകൻ തനിക്ക് ഇഷ്ടപ്പെട്ട ഐഡലുമായി, ഉദാഹരണത്തിന് BTS അല്ലെങ്കിൽ ബ്ലാക്ക് പിങ്ക് തുടങ്ങിയ കൊറിയൻ മ്യൂസിക് ബാൻഡിലെ ഏതെങ്കിലും അംഗവുമായി തനിക്ക് വളരെ അടുത്ത ഒരു സൗഹൃദ ബന്ധം ഉണ്ട് എന്നവർ വിശ്വസിക്കുന്നു. ഇവരുടെ ലൈവ് വീഡിയോകളിലൂടെയും പേഴ്സണൽ മെസ്സേജുകളിലൂടെയും ഈ സെലിബ്രിറ്റികൾ ആരാധകരുമായി നിരന്തരം സംസാരിച്ചു കൊണ്ടേയിരിക്കുന്നു. ഇത് അവരുടെ ഒരു ബിസിനസ് തന്ത്രമാണ്. ഇവരെല്ലാം തന്നെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണെന്ന് തോന്നൽ നമ്മുടെ കൗമാരക്കാരിൽ ഉണ്ടാക്കുന്നു. ഇന്നത്തെ കൗമാരക്കാർ തികച്ചും ഏകാന്തതയും ഒറ്റപ്പെടലും എല്ലാം അനുഭവിക്കുന്നവരാണ്. കാരണം നമ്മുടെ ഇന്നത്തെ കുടുംബങ്ങളുടെ അവസ്ഥ തന്നെയാണ് കുടുംബങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ. ഇതെല്ലാം കൂടി കാരണം അവർ അവരുടെ ഡിജിറ്റൽ കംഫർട്ട് സോണിലാണ്. അതുകൊണ്ട് തന്നെ ഏകാന്തത അനുഭവിക്കുന്ന കൗമാരക്കാർക്ക് ഇത്തരം ഡിജിറ്റൽ സുഹൃത്തുക്കൾ ഒരു വലിയ ആശ്വാസമാണ്. മറ്റൊരു കാരണമാണ് എസ്കേപ്പിസം, യാഥാർത്ഥ്യങ്ങളിൽ നിന്നുള്ള ഒളിച്ചോട്ടം. പഠന സമ്മർദ്ദവും വീട്ടിലെ പ്രശ്നങ്ങളും നിറഞ്ഞ ജീവിതത്തിൽ നിന്ന് ഒരു താൽക്കാലിക ആശ്വാസം ഈ കൊറിയൻ ലോകം നൽകുന്നു. ഇതിനോടൊപ്പം കൊറിയൻ ഡ്രാമകൾ പലപ്പോഴും അതീവ സുന്ദരമായ പ്രണയവും മനോഹരമായ കാഴ്ചകളും നല്ല സൗഹൃദങ്ങളും മാത്രമുള്ള ഒരു ലോകമാണ് കാണിക്കുന്നത്. ഇത് നമ്മുടെ കൗമാരക്കാരിൽ ജീവിതത്തിലെ കഠിനമായ യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് കുറച്ചു നേരം മാറി നിൽക്കാൻ അവരെ സഹായിക്കുന്നു. യാഥാർത്ഥ്യങ്ങളിലെ കൈപ്പേറിയ അനുഭവങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ട് കുറച്ചു നേരം ഈ മനോഹരമായ ലോകത്ത് ജീവിക്കാൻ നമ്മുടെ മനസ്സ് ആഗ്രഹിക്കുന്നു. ഇത് ഒരുതരം ഡിജിറ്റൽ ലഹരിയായി മാറുന്നു. കൗമാരപ്രായത്തിലെ മറ്റൊരു സവിശേഷതയാണ് അവരുടെ വ്യക്തിത്വ രൂപീകരണം. ഞാൻ ആരാണ് എന്ന് കൗമാരക്കാർ സ്വയം ചോദിക്കുന്ന പ്രായമാണിത്. ഒരു ഗ്രൂപ്പിന്റെ അംഗമാകുന്നതിലൂടെ താൻ ഒറ്റയ്ക്കല്ലെന്നും തനിക്ക് സമാധാനമായ ചിന്താഗതിയുള്ള ഒരു വലിയ കൂട്ടമുണ്ടെന്നും അവർ തിരിച്ചറിയുന്നു. നിർഭാഗ്യവശാൽ
ഇവിടുത്തെ ഗ്രൂപ്പ് നമ്മുടെ കൗമാരക്കാരുമായി നേരിട്ട് ബന്ധമില്ലാത്ത വെറും ഡിജിറ്റൽ വേൾഡിൽ മാത്രമുള്ള കൊറിയൻ ഗ്രൂപ്പാണ് എന്നുള്ളതാണ്. ഈ കൊറിയൻ ഗ്രൂപ്പിനെ അനുകരിക്കുന്നത് വഴി കൊറിയൻ ഫാഷൻ, കൊറിയൻ സംസ്കാരം, ചർമ്മ സംരക്ഷണം, ഭാഷ, കൊറിയൻ നൂഡിൽസ്, അതുപോലെ കിംചി തുടങ്ങിയ ഭക്ഷണശീലങ്ങൾ എന്നിവ അനുകരിക്കുന്നതിലൂടെ ട്രെൻഡി ലൈഫ് സ്റ്റൈൽ കിട്ടുന്നു എന്നാണ് ടീനേജുകാർ വിശ്വസിക്കുന്നത്. അത് മാത്രമല്ല, ഇത് അവർക്കൊരു സെൻസ് ഓഫ് ബിലോങ്ങിങ് നൽകുന്നു. മനുഷ്യൻ എപ്പോഴും ഒരു കൂട്ടായ്മയുടെ ഭാഗമാകാൻ ശ്രമിക്കുന്നവരാണ്, അങ്ങനെയുള്ള ആഗ്രഹമുള്ളവരാണ്. BTS ആർമി അല്ലെങ്കിൽ ബ്ലാക്ക് പിങ്ക് എങ്ങനെയുള്ള ഫാൻ ഗ്രൂപ്പുകളിൽ അംഗമാകുമ്പോൾ താൻ ഒറ്റയ്ക്കല്ലെന്നും ലോകമെമ്പാടും തനിക്ക് സമാനമായിട്ടുള്ള ചിന്താഗതിയുള്ള സുഹൃത്തുക്കൾ ഉണ്ട് എന്ന് ഇവർക്ക് തോന്നുന്നു. ഈ കൂട്ടായ്മ നൽകുന്ന ഒരു സുരക്ഷിത ബോധം വളരെ വലുതാണ്. ഇതെല്ലാം കൂടി ചേർന്ന് കൗമാരപ്രായക്കാരിലെ മസ്തിഷ്കത്തെ എങ്ങനെ ബാധിക്കുന്നു എന്ന് നമുക്ക് നോക്കാം. തലച്ചോറിലെ ഫീൽ ഗുഡ് ന്യൂറോ ട്രാൻസ്മിറ്ററായ ഡോപ്പമൈനെ ഉത്തേജിപ്പിക്കുന്ന തരത്തിലാണ് കൊറിയൻ ദൃശ്യ വിനോദ വ്യവസായം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. ദൃശ്യഭംഗി, ആകർഷകമായ നിറങ്ങൾ, പെർഫെക്റ്റ് ആയിട്ടുള്ള ഡാൻസ് സ്റ്റെപ്പുകൾ, ആകാംക്ഷ നിറഞ്ഞ ക്ലിഫ് ഹാങ്ങറുകൾ എന്നിവയെല്ലാം ഈ ഇത്തരം വീഡിയോകളും ഈ വിഷ്വൽ കണ്ടന്റ്സും വീണ്ടും വീണ്ടും കാണണം എന്നുള്ള ത്വര ടീനേജുകാരിൽ ഉണ്ടാക്കുന്നു. ഇത് അവരെ പ്രേരിപ്പിക്കുന്നു. മ്യൂസിക് വീഡിയോകൾ, റിയാലിറ്റി ഷോകൾ, ഇൻസ്റ്റാഗ്രാം അപ്ഡേറ്റുകൾ എന്നിങ്ങനെ ആരാധകരെ എപ്പോഴും തിരക്കിലാക്കുവാൻ ആവശ്യമായ കാര്യങ്ങൾ ഈ വീഡിയോകളിലും ഈ കണ്ടന്റുകളിലും അവർ ചേർത്തിട്ടുണ്ട്. ഇത് ഒരുതരം അഡിക്ഷൻ എന്ന അവസ്ഥയിലേക്ക് നയിക്കുന്നു. ഒരിക്കൽ സന്തോഷം അനുഭവിച്ചു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും അത് കാണുവാൻ നമ്മുടെ മനസ്സ് നമ്മളെ പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെയാണ് നമ്മൾ അറിയാതെ തന്നെ ഇതിന് അഡിക്റ്റഡ് ആകുന്നത്. കൗമാരപ്രായക്കാരുടെ മസ്തിഷ്കം നോക്കുകയാണെങ്കിൽ അവർക്ക് അമിഗ്ദാല എന്ന ഭാഗം വളരെ സജീവമായിരിക്കും. ഇത് വികാരങ്ങളെ നിയന്ത്രിക്കുന്ന ഭാഗമാണ്. അതുകൊണ്ട് തന്നെ ഈ ചെറിയ വിഷമങ്ങൾ പോലും അവർക്ക് വലിയ തകർച്ചയായി അനുഭവപ്പെടാം. പ്രിയപ്പെട്ട ബാൻഡ് പിരിയുന്നു എന്നതോ അവർക്ക് എന്തെങ്കിലും ആക്സിഡന്റ് സംഭവിക്കുന്നു എന്നുള്ളതോ ഇതെല്ലാം ഒരു സാധാരണക്കാരന് ചെറിയ കാര്യമേ തോന്നാമെങ്കിലും ഒരു കൗമാരപ്രായക്കാരെ സംബന്ധിച്ചിടത്തോളം അത് തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടമായാണ് അവർ കണക്കാക്കുന്നത്. താൻ ആരാണ് എന്നതിനേക്കാൾ ഉപരിയായി താൻ ഒരു ഫാൻ ആണ് എന്നതിലേക്ക് ഒരാളുടെ വ്യക്തിത്വം ചുരുങ്ങുന്നതിനെയാണ് നമ്മൾ ഐഡന്റിറ്റി ഫ്യൂഷൻ എന്ന് വിളിക്കുന്നത്. ഇവിടെ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, മരണപ്പെട്ട 2 കുട്ടികളുടെ കഥകൾ. ആ കുട്ടികൾക്ക് ഈ കൊറിയൻ താരങ്ങളുടെ സന്തോഷമായിരുന്നിരിക്കുന്ന അവരുടെ സന്തോഷം ഈ കൊറിയൻ കലാകാരന്മാർക്ക് എന്തെങ്കിലും ദോഷമായി സംഭവിക്കുന്നു എന്നത് ഈ കുട്ടികളുടെ സ്വന്തം നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന ഒന്നായി അവർക്ക് തോന്നിയിരിക്കാം. അതുകൊണ്ടായിരിക്കാം അവര് ഈ സൂയിസൈഡിനെ പറ്റി ചിന്തിച്ചത്. ഇതിനെ വെറുമൊരു ഭ്രാന്ത് എന്ന് വിളിച്ച് തള്ളിക്കളയാൻ നമുക്ക് കഴിയില്ല. ഇതൊരു മാനസിക അവസ്ഥയാണ്. സ്വന്തം വ്യക്തിത്വത്തെക്കാൾ അതിനുപരിയായി മറ്റൊരു ലോകത്തെ സ്നേഹിക്കുമ്പോൾ ആ ലോകത്ത് വരുന്ന മാറ്റങ്ങൾ നമ്മുടെ ജീവനെ പോലും ബാധിക്കുന്ന അവസ്ഥയിലേക്ക് എത്തുന്നു. മാതാപിതാക്കളും അധ്യാപകരും കുട്ടികളുടെ ഇത്തരം താല്പര്യങ്ങളെ ശ്രദ്ധിക്കണം. അവർ കൊറിയൻ ഡ്രാമകൾ കാണുന്നതോ കൊറിയൻ സംഗീതം കേൾക്കുന്നതോ കൊറിയൻ സംസ്കാരത്തെ ഇഷ്ടപ്പെടുന്നതോ ഇതൊന്നും തന്നെ ഒരു തെറ്റല്ല. അതൊരു പുതിയ ഭാഷ പഠിക്കാനും മറ്റു രാജ്യങ്ങളെ കുറിച്ച് അറിയുവാനും നമ്മളെ സഹായിക്കുന്നു. വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. പക്ഷേ ഇത് നമ്മുടെ യാഥാർത്ഥ്യ ജീവിതത്തെയും പഠനത്തെയും മാനസിക ആരോഗ്യത്തെയും ബാധിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കണം തീർച്ചയായും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മനഃശാസ്ത്രവുമായി ബന്ധപ്പെട്ട വിജ്ഞാനപ്രദമായ രസകരമായ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ശുഭദിന ആശംസകൾ. താങ്ക് യു.